ഹലോ ഗൈസ്, ഇവിടെ കടലുകളൊക്കെ ഉണ്ട് ട്ടാ. കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ കളറിന് മേലെ കിടക്കുന്നത്. നമുക്ക് ഇങ്ങനെ ചാടി ഓരോ കളർമലൊക്കെ ചാടി കളിക്കാം. നല്ല രസമാട്ടോ. നോക്കിയാണ് മക്കളെ, എന്താ രസമല്ലേ കാണാൻ. ഹൈവാ, ഓ ഇനസും കൂടി ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ ഇനസ് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇവിടെ കണ്ട സാധനം ഇതെന്താ സാധനം വെച്ചാൽ, ഹായ് സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഉണ്ണിയാല് ബീച്ചിലാട്ടോ. ഉണ്ണിയാല് ബീച്ചിൽ നിങ്ങൾ കണ്ടില്ലേ, എത്ര അടിപൊളി ഒരു കളറൊക്കെ കൊടുത്തിട്ട് കല്ലുകളെ കണ്ടില്ലേ. ഇത് ഏകദേശം 1 കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടോ, അത്രയും ലോങ്ങിലേക്ക് ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഇതാ നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മളെ ഇനൂസാണ് കേട്ടോ. അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാഴ്ചകൾ ഒരുപാട് കാണാനുള്ളൊരു മേഖലയാണ്. തൊട്ടപ്പുറത്ത് കടലാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അപ്പുറത്ത് കുറച്ച് സാധനം, ഇപ്പുറത്തൊരു എന്താ പറയുക, ഒരു കായൽ പോലെ ഉണ്ട്. നല്ല നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. കടൽ കടൽ കാണിച്ചു കൊടുത്താ. യെസ്, ഓ കടൽ കണ്ടില്ലേ നിങ്ങൾ? പിന്നെ അവിടെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട്, കൊക്കുകൾ അതും ഇതും അതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൂടെ ഇങ്ങനെ നടക്കാൻ ഇപ്പോൾ നല്ല വെയിലാണ്, സായാഹ്നങ്ങളിലാണ് ഇത് ഏറ്റവും ഭംഗിയോട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോ അങ്ങോട്ട് തുടരാം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ കളറിന് മേലെ കിടക്കുന്നത്. നമുക്ക് ഇങ്ങനെ ചാടി ഓരോ കളർമലൊക്കെ ചാടി കളിക്കാം. നല്ല രസമാട്ടോ. ഇനോ ഭയങ്കര രസമാണ്. ഇതിന് മേലെ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനോ നോക്കട്ടെ, ഫോൺ നോട്ടെ, കാണിച്ചാ ഇതിൻ്റെ പൊന്നാരക്കട്ടെ. ഇത് കണ്ടോ, ഇതിന് മേലെ കയറിയിട്ട് ഇതിൻ്റെ സീനറി നോക്കിയാൽ നിങ്ങൾ എന്താ രസം, എന്താ രസം, എന്താ രസം. കണ്ടില്ലേ, അവിടെ ആളുകൾ കുളിക്കുന്നുണ്ട് കേട്ടോ കടലിൽ. കണ്ടോ, അവിടെ കുറച്ച് ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട്. നമ്മളെ ഇനൂസ് ഇവിടെ ഉണ്ട്. ഇനൂസിനെ കാണിച്ചാൽ നോക്കട്ടെ. നമ്മൾ സൂം ചെയ്തുകൊണ്ടാണ്. കണ്ടില്ലേ, അവിടെ നിൽക്കുന്നതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ കണ്ടില്ല, അത്രയും ലോങ്ങിലേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ കാണാൻ ഒരുപാടുണ്ട്. ഈ കല്ലുമല ഇങ്ങനെ നടക്കാം നമുക്ക് കേട്ടോ. ഹായ് വാ, തെറിച്ചു പോകും, കാരണം നമുക്ക് കുളത്തുണ്ടല്ലോ. ഓ ഭയങ്കര ഭംഗി, ബ്യൂട്ടി. ഹലോ ഗൈസ്, ഇവിടെ കടലുകളൊക്കെ ഉണ്ട് ട്ടാ. ഇവിടെ ഈ കളർ കൂടി ഞാനിപ്പോൾ കളറിലാണ്, ഈ ബ്ലൂ കളറിലാണ്. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത്തെ ബ്ലൂവിൽ വെച്ചാണ് പോവാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ഞാൻ റെഡിയിൽ വെക്കണേ, അടുത്തത് ഞാൻ സൈഡിൽ തരാം. ഇപ്പൊ ഞാന് പച്ചയില് വെക്കണ്, യെല്ലോയില്. ആ കല്ലതാ. നമുക്ക് കുളിക്കാനൊക്കെ ചെയ്യട്ടാ. ആ ഇവിടുന്ന് അവിടെ കണ്ടോ ഒരു കുളം? ആ കുളത്തിന് നമുക്ക് മുങ്ങി പോവാനും പോവാനേ, പക്ഷെ അതിൽ ചാടനെ മുങ്ങി പോവും. പക്ഷെ ഇതിന് കുളിക്കാൻ രസമാണ്. അപ്പോൾ ഗെയ്സ്, ഞാനും നമ്മളെ മച്ചാനും ഇനസും കൂടി ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ ഇനസ് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇവിടെ കണ്ട സാധനം ഇതെന്താ സാധനം വെച്ചാൽ, അതായത് കടൽക്കാക്കയാണ് കേട്ടോ. ഇതുണ്ടോ, ഇഷ്ടം പോലെ കടൽക്കാക്കകളുണ്ട്. ഞങ്ങൾ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ പിടിക്കണം എന്നുണ്ട്, പക്ഷെ കിട്ടില്ല. പിടിക്കാൻ പാടില്ല എന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അയ്യോ, അപ്പുറത്തും ഉണ്ടല്ലേ സെറ്റ്. ഇവിടുത്തെ ആ ഒരു ക്യാമറൻ്റെ ക്ലാരിറ്റിയും ഇവിടുത്തെ ഈ ലൈറ്റിങ്ങും ഈ ഒരു കളറിങ്ങും ഒക്കെ കൂടി സമന്വയിക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഒരു സ്ട്രൈറ്റ് റോഡാണ്. ഞങ്ങൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു. കണ്ടില്ലേ, ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ. ഈ സൈഡിലേക്ക് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിനെക്കാട്ടി ഭംഗിയാണ് അല്ലേ, ഒന്നിനൊന്നും മെച്ചെന്ന് പറയും. പിന്നെ ഈ കടൽക്കാറ്റും വെള്ളം അതിൻ്റെ ഹൈലൈറ്റ്. ഓരോ തെങ്ങുകളൊക്കെ നിൽക്കുന്ന നോക്കിയാണെങ്കിൽ നമ്മൾ ഏത് ലക്ഷദ്വീപിൽ പോയാലും ഈ ഒരു പവറിങ് കാഴ്ചകൾ കിട്ടുക അല്ലേ. ലക്ഷദ്വീപത്തെ പോലത്തെ ഈ കടൽ സൈഡിലുള്ള റോഡ് ഇങ്ങനെ തന്നെ വരിക. പിന്നെ തെങ്ങുകളും. ഇനി അപ്പുറത്തൊരു ചെറിയൊരു ഭാഗം കൂടെ ഞാൻ കാണിച്ചു തരട്ടോ. അതിൽ പോലെ കുളം പോലെ എന്നൊക്കെ പറയാം. വലിയ കുളം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വലുപ്പമുണ്ട്. പിന്നെ ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സായാഹ്നങ്ങളിലാണ് കേട്ടോ ജനങ്ങളുണ്ടാവുക. ഇപ്പം നമ്മൾ വന്ന ഉച്ച സമയം, കാരണം ഉച്ച സമയം വരാൻ കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഉച്ച സമയത്ത് വന്നാലാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യൽ,
കൂടുതലായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളിലൊന്നും നല്ല സീനിയർ കിട്ടില്ല. അത് കണ്ടിട്ടാണ് വന്നത്. ഓ മീനുകളൊക്കെ കണ്ടമാനം കിട്ടും. അടിപൊളി വലിയ വലിയ മീനുകൾ. മീൻ വയ്ക്കുക അടിപൊളിയാ. ഇന്നെടുക്ക് കണ്ടില്ലേ. അപ്പോളേ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഇപ്പുറത്തെ വർക്ക് എടുക്കണം. അവിടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഓപ്പൺ ആയില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ ഭാഗമൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് കഥ മക്കളെ. വാ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. കാരണം അവിടെ വർക്ക് എടുക്കണം. അപ്പോൾ അങ്ങോട്ട് പോകണ്ട, അവിടെ പെയിൻറ്റിങ്ങാണ്. ഇതുണ്ടല്ലേ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ. നോക്കിയാണി ചവിട്ടണ്ട അവിടെ പെയിൻ്റ് അടിച്ചുക. അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ സീനറി എന്താ അല്ലേ. ചുറ്റും കെട്ടി. ഇവിടെ ബോട്ടിങ്ങും കൂടി വന്നാൽ അടിപൊളിയായിട്ട്. ബോട്ടിങ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് തോന്നുന്നുണ്ട്. അതിനാണ് ഈ ഇതൊക്കെ കെട്ടുന്നത് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ണിയാൽ ബീച്ച് നമ്മൾ വിചാരിച്ചതിലും ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് ഇങ്ങോട്ട് വരാൻ ഞാൻ ഇതാക്കിന്. പക്ഷേ പറ്റിയിട്ടില്ല. പക്ഷേ സംഭവം കിടിലോസ്കിയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉദ്ഘാടനം അടുത്തുണ്ടാവും. എന്തായാലും ടൂറിസം മേഖലയിൽ നമ്മളെ മലപ്പുറം ജില്ലയും തവിട് പൊടിയാവാണ്. തവിട് പൊടി ഞാൻ ഉദ്ദേശിച്ച് അടിപൊളിയാവാന്ന് കേട്ടോ. ഇനിയിപ്പോൾ അതിന് ആരും ട്രോളാൻ നിൽക്കണ്ട. നോക്കിയാണ് മക്കളെ എന്താ രസമല്ലേ കാണാൻ. വാ സൂപ്പർ കേട്ടോ. അവളെ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഇനി നമ്മൾ ഇനൂസിന് ഒന്ന് കടലിലൊന്ന് ഇറങ്ങണമെന്ന് വെച്ചാൽ അപ്പോൾ ആ വീഡിയോസും കൂടി നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനൂസ് താഴത്തെത്തിയിട്ടാ. കൈ കല്ലുമ്മ കൂടി ഇങ്ങനെ കടന്നു വേണം പോവാൻ. സീനാണ്. വീണ അന്ന കയ്യിൽ അങ്ങോട്ട് പോകണ്ട. അത് കയ്യിൽ നിന്ന് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ കടലിലേക്ക് എത്തി. കടലിൽ നമുക്ക് ഇവിടുന്ന് സീനൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. ഓക്കെ മച്ചാനവിടെ കുപ്പി പെറുക്കിയിട്ട് കടലിലേക്ക് ഇറങ്ങുന്ന പരിപാടിയാണ് കേട്ടോ. വേറെ വൈബ്, അതൊരു വൈബ്. ആ രസം. കുപ്പികളൊക്കെ അത് കടലിൽ കിടന്ന് കളിക്കുന്നത്. കുപ്പിക്ക് അരക്കെത്തി അവിടെ എടുക്കണ്ട. പോ യെസ്. ഈ മച്ചാന് കുളിക്കണം. കുളിച്ചാൽ നല്ല ആയുള്ള സ്ഥലമാണ്. അത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമുക്കിനി പോവാം. കുറച്ചൊന്ന് ഇറങ്ങിയാണ്. ഈ ബീച്ചിൽ ഒന്ന് പോകാൻ പൂതിയാണേ. അവനക്കൊരു പൂതി ഉണ്ട്, ഒന്ന് കുളിക്കണം. ഇപ്പം ഞാൻ കുളിക്കണ്ട. ഇങ്ങോട്ട് പോര്. ഓടിക്കോ. മതി കേൾക്കാം. മറ്റാൾ കയറുന്ന കയറ്റം കണ്ടോളിട്ടാ. മോനെ റിസ്ക് എടുത്തിട്ടാണ് അവർ പോണത്. എത്തി. പിന്നെ ഞങ്ങളൊരു ഉച്ച സമയമായി. അപ്പോൾ മറ്റാൾക്ക് അൽഫാം വേണം, ബിരിയാണി വേണം. അപ്പോൾ അത് കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. അപ്പം ഞാൻ അത് കഴിച്ചിട്ട് നമുക്ക് പറയാം. നല്ല ഭംഗിയാണ്. സായാഹ്നങ്ങൾ വന്നിരിക്കാൻ പറ്റും. ഉച്ചക്കൊന്നും വരണ്ട. നല്ല വെയിലാണ്. നല്ല വെയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മുടെ ഉണ്ണിയാൽ പറവണ്ണ ബീച്ച്. കളർഫുള്ളായിട്ടുണ്ട് ചുറ്റും. വേറെ വൈബ് പറയാനില്ല. ഓക്കെ അല്ലേ? അപ്പോൾ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ, ഷെയറൊക്കെ ചെയ്ത് ഉഷാറാക്കുക. നമ്മുടെ ബീച്ചുകളൊക്കെ പൊളിയാട്ടോ. താങ്ക് യു.